Boche Gold and Diamonds. Buy now, pay later. ആചാര വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നവും മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ ഊട്ടുപുര ഗണപതി ക്ഷേത്രം. സിദ്ധി വിനായകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഏകദേശം 100 വർഷത്തിലധികം പഴക്കം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിന് ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ബാലഗണപതി ഭാവത്തോടുകൂടിയതും വലത്തോട്ട് തുമ്പിക്കൈയുള്ളതുമായ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ദേവാലയം. ഇവിടുത്തെ ഗണപതിയെ പ്രാർത്ഥിച്ച് ഉദ്ദിഷ്ട കാര്യം സഫലമായവർ ഏറെയാണ്. അങ്ങനെയുള്ളവർ നടത്തുന്ന പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് അപ്പം മൂടൽ വഴിപാട്. ഇതുകൂടാതെ 30 വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന കാര്യസാധ്യ പൂജ, എല്ലാ വർഷവും ഒക്ടോബർ 2 നടക്കുന്ന ഋണമോചന ഗണപതി ഹോമം, 30 വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന മംഗല്യ പൂജയും വിദ്യാപൂജയും ഏറെ പ്രാധാന്യമുള്ളതാണ്. ഏത് ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപും ഗണപതി പ്രീതി നടത്തുക എന്നൊരു ചടങ്ങ് ഹൈന്ദവാചാരപ്രകാരം നിലനിൽക്കുന്നതാണ്. ഇവിടുത്തെ പ്രാർത്ഥനയും ദർശനവും കൊണ്ട് ഉന്നതിയിലെത്തിയവർ നിരവധിയാണ്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം സർക്കാർ ബദിര വിദ്യാലയത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഊട്ടുപുര ഗണപതി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും ചൈതന്യവും കേട്ടറിഞ്ഞ് ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ പോലും ഇവിടെ എത്തി പ്രാർത്ഥന നടത്തി വഴിപാടുകൾ ചെയ്ത് സംതൃപ്തിയോടെ മടങ്ങാറുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ലക്ഷ്മി നാരായണ സ്വാമിയാണ് ഇവിടുത്തെ മേൽശാന്തി. ദേവസ്വം ജീവനക്കാരായ മണികണ്ഠൻ എക്സിക്യൂട്ടീവ് ഓഫീസറും കെ ബാബു ചെയർമാനുമാണ്. രജനിയാണ് ക്ഷേത്രത്തിലെ കഴകം. ഹരിദാസ് ക്ഷേത്രം ജീവനക്കാരനാണ്. ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളും അതിനോടനുബന്ധിച്ചും എല്ലാ 30 വെള്ളിയാഴ്ചകളിലും കാര്യസാധ്യ പൂജയാണ് ഇവിടെ പ്രത്യേക വഴിപാടായി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യസാധ്യ പൂജ നടക്കുന്ന പലരുടെയും കാര്യങ്ങൾ ഗംഭീരമായി നടന്നെന്ന് പല ഭക്തജനങ്ങൾ പറയുമ്പോൾ അത് ക്ഷേത്രത്തിലെ പുരോഗതിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുപോലെ എല്ലാ വർഷവും ഒക്ടോബർ 2 തീയതി നടക്കുന്ന ഋണമോചന ഗണപതി ഹോമം നമ്മുടെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാ 30 വെള്ളിയിലും 30 ഞായറിലുമാണ് ഇവിടെ വിശേഷാൽ പൂജകൾ നടക്കുന്നത്. കാര്യസാധ്യ പൂജയും മംഗല്യ പൂജയും വിദ്യാപൂജയും ഭഗവത് സേവയും ഈ ക്ഷേത്രത്തിലെ മഹാപൂജകളിൽ ഉൾപ്പെടുന്നു. നിത്യപൂജകളായ ഗണപതി ഹോമവും നമ്മുടെ ക്ഷേത്രത്തിലെ നല്ല വഴിപാടുകളായും നടക്കുന്നു. അതുപോലെ ഭക്തരുടെ ഇഷ്ടത്തോടു കൂടിയുള്ള ഏറ്റവും വലിയ വഴിപാട് അപ്പം മൂടലാണ്. അപ്പം മൂടലും ഈ വർഷം കൂടുതൽ നടക്കുന്നു. അതുപോലെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വലത്തോട്ട് കൊമ്പുള്ള ഏക ഗണപതി ക്ഷേത്രമാണ് നമ്മുടെ ഗണപതി ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡിലെ ചെയർമാൻ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് MR മുരളി സാറ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ വികസനത്തിന് പ്രത്യേകം ശ്രദ്ധ. അതുപോലെ ഇപ്പോഴത്തെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ മണികണ്ഠൻ സാർ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി എപ്പോഴും നമ്മോടൊപ്പം കൂടെയുണ്ട്. ക്ഷേത്രത്തിലെ നിത്യനിദാനത്തിനായുള്ള ഭക്തജനങ്ങളുടെ വളരെ സന്തോഷകരമായ നീക്കങ്ങളാണ് ഈ ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടി ഭക്തർ നമ്മോടൊപ്പമുണ്ട്. അത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വലിയ പുരോഗതിക്ക് തന്നെ കാരണമാവുകയാണ്.